Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024ന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET PG 2023-ൽ പാർട്ട് എയുടെ ഭാഗമായി ചോദിച്ചിട്ടുള്ള കുറഞ്ഞ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ വട്ടവും ചോദിക്കാറുമുണ്ട് സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ സിലബസിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് അനലിറ്റിക്കൽ സ്കിൽസിനോടൊപ്പം, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയോടൊപ്പം, റീഡിംഗ് കോംപ്രിഹെൻഷനോടൊപ്പം, അല്ലെ വെർബൽ എബിലിറ്റിയോടൊപ്പം ഒക്കെ തന്നെയുള്ള ഒരു പോർഷൻ കൂടിയാണ് ജനറൽ അവയർനെസ് എന്നുള്ളത്. സോ അതിൽ നിന്ന് പൊതുവെ 4-5 രീതിയിലൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ ഓരോ പേപ്പറിലും കാണാറ്. അപ്പോൾ ആ ഏരിയാസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരവും അതിന്റെ ചെറിയ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷനും അതിന്റെ ഒരു കോണ്ടെക്സ്റ്റും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. സോ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതുപോലത്തെ സെഷൻസ് ഇനി ലഭിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ CUET PG 2024-ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയൊക്കെയാണ് നിങ്ങളെങ്കിൽ എന്തായാലും സെഷൻ ഫോളോ ചെയ്യുക. എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരിക എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ അടിപൊളിയാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ സ്ട്രക്ചേർഡ് ആക്കാൻ, ഒന്നുകൂടെ നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്ക് കാണുമ്പോൾ ഇതിരുന്ന് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിനായിട്ട് എന്തായാലും ചാനൽ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. പിന്നെ അത് സംബന്ധിച്ച് എക്സാം സംബന്ധിച്ചെല്ലാം തന്നെയുള്ള അപ്ഡേറ്റ്സ് കൃത്യമായി ലഭിക്കുന്നതിന് ആ ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. പാസ്പോർട്ട് സേവാ ദിവസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് സേവാ ദിവസ് എന്നുള്ളൊരു ദിവസം ഉണ്ടോ എന്ന് തന്നെ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഉണ്ട്, വൈകാതെ തുടങ്ങിയതാണ്, അധികം കാലമൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഏതാണ് ദിവസം എന്നുള്ളതാണ് ഒരു ക്ലൂ ഞാൻ തരാം. 1967-ൽ ഈ പെർട്ടിക്കുലർ ഡേയിലാണ് ആദ്യമായിട്ട് നമ്മുടെ പാസ്പോർട്ട് ആക്ട് നിലവിൽ വരുന്നത്. പാസ്പോർട്ട് സംബന്ധിച്ചുള്ള രൂപരേഖ ഉണ്ടാവുന്നതും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായി തുടങ്ങി വെക്കുന്നത് ഒഫീഷ്യലി 1967-ലാണെന്ന് വേണമെങ്കിൽ പറയാം. മുമ്പ് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ അതിലേക്ക് കുറെ കൂടെ കാര്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുകയും അതിന് കൃത്യമായിട്ടുള്ളൊരു രൂപമൊക്കെ ആവുകയും ചെയ്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൊമെന്റിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളൊരു ആക്ടിനെ കൊമമറേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് പാസ്പോർട്ട് സേവാ ദിവസ് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് 1967-ൽ പാസ്പോർട്ട് ആക്ട് വന്ന ദിവസം എന്ന് പറയുന്നത് 24th ജൂൺ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കാനാണ്. ഇങ്ങനത്തെ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് കാണാം. മിക്കവാറും പാർട്ടിയിലൊക്കെ തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അറിയുമോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ തന്നെ ഒരു കാര്യമാണ്, അല്ലെ വേറെ തന്നെ ഒരു ഡിസ്കഷന്റെ കാര്യമാണ്. ബിക്കോസ് അതിൽ എന്ത് വേണം അവർക്ക് ചോദിക്കാം. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്, ബിക്കോസ് ഈ ടൈപ്പ് ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നന്നായിരിക്കും, എക്സ്പെക്ട് ചെയ്താൽ നന്നായിരിക്കും. ഇനി പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള 4 ആൾക്കാരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പറയാതെ വയ്യ. അപ്പൊ ഇതിലെ ഒരു പൊളിറ്റിക്സ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരും തന്നെ തെറ്റല്ല, മേലെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളവർ തന്നെയാണ്. നമുക്ക് നോക്കാം. മിസ് പ്രഭ ആത്രേ, മിസ്റ്റർ കല്യാൺ സിംഗ്, മിസ്റ്റർ രാധേശ്യാം ഖേംക, ജനറൽ ബിപിൻ റാവത്ത്. ഇനി എന്തുകൊണ്ട് അവർക്ക് പത്മവിഭൂഷൺ കിട്ടിയെന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലേ. പബ്ലിക് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, സിവിൽ സർവീസ് കൊടുത്തിട്ടുണ്ട്, ആർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതിനോടൊക്കെ ചേർക്കാൻ പറ്റും? അപ്പൊ ഇത് അത്യാവശ്യം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബിക്കോസ് ഇതിൽ ഒരു ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ട്, ഒരു CM വന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഫൻസ് പോസ്റ്റ് അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഏതാണ് പബ്ലിക് അഫയേഴ്സ്, ഏതാണ് സിവിൽ സർവീസ് എന്നുള്ള കാര്യത്തിൽ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. സോ അത് നിങ്ങളൊന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അത് രണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിലൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബിക്കോസ് ഓൾറെഡി 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ ഇപ്പോഴത്തെ ഒരു കറന്റ് പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് രണ്ടുപേരുടെയും പേരും നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരു വ്യക്തി ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, പേരിന്റെ കൂടെ തന്നെ അത് കൊടുത്തിട്ടുമുണ്ട്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ മൊത്തം ഫോഴ്സുകളും കൂടെ ചേർന്നിട്ടുള്ള ഒന്നിന്റെ എന്താണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ള CDS എന്നുള്ള ഒരു പോസ്റ്റിൽ നിന്നിരുന്ന വ്യക്തിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ 2021 ഡിസംബറിൽ അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയി. ആൻഡ് ഹിസ് നെയിം ഈസ് ജനറൽ ബിപിൻ റാവത്ത്. അപ്പൊ അദ്ദേഹം ഡിഫൻസിലായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത് പറഞ്ഞത് CM, അദ്ദേഹം അറിയപ്പെടുന്നത് ബാബറി മസ്ജിദിന്റെ പേരിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിൽ വലിയൊരു പങ്ക് വെച്ചിട്ടുള്ള വ്യക്തിയായിട്ടും കണക്കാക്കാം. ബിക്കോസ് അന്നേരം UP-യിലെ CM ആയിട്ട് സെർവ് ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹമായിരുന്നു. ഓപ്ഷൻ ബി മിസ്റ്റർ കല്യാൺ സിംഗ്.
അപ്പൊ അതിന്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവരെ ഓർത്തു വെക്കാൻ സാധിക്കും. ബിപിൻ റാവത്തും എത്രയോ കാലങ്ങൾക്ക് ശേഷം, എത്രയോ ഡിക്കേഡ്സിന് ശേഷമാണ് ഒരു ജനറൽ വന്നിട്ട് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക്ലി പറയുകയും ആൻഡ് അതിന്റെ മേലിൽ കുറെ ലാഷ് ഔട്ട്സ് ഒക്കെ, അതായത് ആർമിയിൽ ഉള്ളവർ തന്നെ പുറത്തേക്ക് വന്നിട്ട് ഇത് ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഒക്കെ തന്നെ വഴിവെക്കുകയും, പക്ഷേ ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും റിട്ടയർ ചെയ്ത മനുഷ്യനെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ആ ടെന്യൂറിൽ തന്നെ ഇരിക്കുമ്പോൾ 2 വർഷം തികയാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അതിന്റെ ഇനിയിപ്പോ എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അന്വേഷണത്തിലാണ് മനസ്സിലാക്കിയിടത്തോളം. സോ ഇവർ തമ്മിൽ നോക്കുമ്പം കല്യാൺ സിംഗ് ആക്ച്വലി എന്താണ്, പബ്ലിക് അഫയേഴ്സിലാണ് വരിക. അപ്പൊ ഈ പറഞ്ഞ ലെജിസ്ലേഷന് കീഴിൽ വരുന്ന അല്ലെങ്കിൽ MLA മാർ, MP മാർ, ഇവരൊക്കെ തന്നെ പബ്ലിക് സെർവൻസ് ആണ്. അപ്പൊ അത് പബ്ലിക് അഫയേഴ്സിന് കീഴിലാണ് വരിക. അതേ സ്ഥാനത്ത് ബിപിൻ റാവത്ത് എന്നുള്ള വ്യക്തി സിവിൽ സർവീസിന് കീഴിലാണ് വരിക. ഓക്കെ, ഇനി പ്രഭ ആത്രെ ആരാണെന്ന് നോക്കാം. അപ്പൊ ഇത് B1ഉം D3യും വരുന്ന ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. B1 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ D3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ D1 ഉണ്ടോ നോക്കാം. ജനറൽ ബിപിൻ റാവത്ത് ഒരിക്കലും പബ്ലിക് അഫയേഴ്സിനുള്ള ഒരു ഓപ്ഷനേ ഇല്ല. അപ്പൊ ഓപ്ഷനിൽ അത് കൊടുക്കാത്തടത്തോളം കുറെ കൂടെ എളുപ്പമായെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. സോ ഇദ്ദേഹത്തിന്റെ സിവിൽ സർവീസ് ആണ്. D3 വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇല്ല, D3 വരുന്ന 2 ഓപ്ഷൻസ് 3ഉം 4ഉം ആണ്. ഇനി B1 വരുന്ന വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, B1 വരുന്ന C മാത്രം, അല്ലെ 3 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഇനി പ്രഭ ആത്രെ ആരായിരുന്നു നോക്കാം. പ്രഭ ആത്രെ എന്ന് പറയുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വോക്കലിസ്റ്റ് ആണ്, ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ആണ്. പുള്ളിക്കാരിക്ക് പറഞ്ഞ പോലെ അവാർഡിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പത്മ അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. ആൻഡ് 90 years ഓൾഡ് ആണ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരി പാട്ടുകാരി എന്ന് പറയുമ്പോൾ ആർട്ടിലേക്ക് വിടാം, അല്ലെ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഈ രാധേശ്യാം ഖേംകെ പലരും കേട്ടിട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല. ഇദ്ദേഹം ഗീതാ പ്രസ് എന്നുള്ള ഒരു സ്ഥാപനത്തിന്റെ 38 വർഷക്കാലത്തോളം എഡിറ്റർ ആയിരുന്നു. പിന്നെ ഒരു 10 വർഷത്തോളം, ഏകദേശം 10 ഇല്ല, ഒരു 8 വർഷത്തോളം അതിന്റെ ചെയർപേഴ്സൺ ആയിട്ടും സെർവ് ചെയ്തിട്ടുണ്ട്. ഈ ഗീതാ പ്രസിന്റെ തലപ്പത്തിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ പോസ്റ്റ്ഹ്യൂമസ്ലി അദ്ദേഹം 2021ലോ 22ലോ ആയിട്ട് അദ്ദേഹം അന്തരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിൽ അത്യാവശ്യം പൊളിറ്റിക്സ് മിക്സ്ഡ് ആണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ബിക്കോസ് ജനറൽ അവയർനെസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നറേറ്റീവ്സും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കേണ്ടി വരും. നമുക്ക് ഒരിക്കലും പൊളിറ്റിക്സിൽ നിന്ന് ഓടാൻ പറ്റില്ല. സോ ഇത് കുറച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഗുണമായിരിക്കും എക്സാമിനെ സംബന്ധിച്ച്. നിങ്ങളിപ്പോ ഈ ഒരു ഐഡിയോളജിയിലേക്ക് നിങ്ങൾ കയറണമെന്നൊന്നുമില്ല, പക്ഷെ പൊളിറ്റിക്സിനെ പറ്റിയുള്ള ധാരണ ഉണ്ടെങ്കിൽ ജനറൽ അവയർനെസ്സിൽ നിങ്ങളത് ഒരുപാട് സഹായിക്കും. ഓക്കെ, സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? എയും A4 വരുന്നുണ്ട്. സോ ഓപ്ഷൻ 3 തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യത്തിൽ കുറച്ചധികം സമയം നമ്മൾ കളഞ്ഞു. ഡേറ്റ് ഓഫ് ലോഞ്ചിങ് ഓഫ് സാറ്റലൈറ്റ് ആര്യഭട്ട ഈസ്. ആര്യഭട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റ് ആണ്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്ത തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, റഷ്യയിലെ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നാണ്. അന്നേരം സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് റഷ്യയിലെ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നാണ് നമ്മുടെ ആര്യഭട്ട ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ നമ്മുടെ സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട. ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ 3 സെക്കൻഡ് കൂടെ തരാം. 1, 2, 3. കറക്റ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻ 2 19th April 1975 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് മ്യൂസിക് കമ്പോസർ ഓഫ് ഇന്ത്യ ഹാസ് വൺ ദ പ്രസ്റ്റീജിയസ് ഗ്രാമി അവാർഡ്സ് 2023? 2023 ഗ്രാമി അവാർഡ്സിൽ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഏത് മ്യൂസിക് കമ്പോസർക്കാണ്, ഏത് ഇന്ത്യൻ മ്യൂസിക് കമ്പോസർക്കാണ് 2023 ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്? അപ്പൊ മ്യൂസിക്കിന്റെ ഓസ്കാർ പോലെ അറിയപ്പെടുന്ന ഒരു അവാർഡാണ് ഗ്രാമി അവാർഡ്. റിക്കി കേജ് ആണോ, MM കീരവാണി ആണോ, പ്രീതം ചക്രവർത്തി ആണോ, AR റഹ്മാൻ ആണോ? വളരെ നല്ല രീതിയിൽ ഇവർ ഈ ചോദ്യം ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് MM കീരവാണി ഈ വട്ടം വളരെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് അക്കാഡമി അവാർഡ് അഥവാ ഓസ്കാറും കിട്ടി, അതിന് പുറമെ ഗോൾഡൻ ഗ്ലോബും കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും RRR കണ്ടവരെ സംബന്ധിച്ച്, നാട്ടു പാട്ട് കേട്ടവരെ സംബന്ധിച്ച്, ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടി എന്നൊക്കെ മനസ്സിലാക്കിയവരെ സംബന്ധിച്ച് അങ്ങോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ തന്റെ 3ാമത്തെ ഗ്രാമി സ്വന്തമാക്കി ഇദ്ദേഹത്തെ പലരും അറിഞ്ഞൊന്നുമില്ല. അദ്ദേഹം ഒരു ഫേമസ് ഇന്ത്യൻ കമ്പോസർ ആണ്. ഹിസ് നെയിം ഈസ് റിക്കി കേജ്. ഓക്കെ, സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന് പല അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഈ കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത്
റിക്കി കേജാണ് അദ്ദേഹത്തിന്റെ 3ാമത്തെ ഗ്രാമി അവാർഡായിരുന്നു 2023 അദ്ദേഹത്തിന് ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീണ്ടും ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ പലപ്പോഴും നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവില്ല എക്സാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് നമ്മുടെ പോളിസി ലെവലില് അല്ലെങ്കിൽ കമ്മീഷൻ, ഇൻഡിപെൻഡൻസ് ഒക്കെയായി ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹണ്ടേഴ്സ് കമ്മീഷൻ, വർധ സ്കീം, യൂണിവേഴ്സിറ്റി ആക്ട്, രാധാകൃഷ്ണ കമ്മീഷൻ. അപ്പൊ ഇത് ഏതൊക്കെ വർഷങ്ങളിൽ നിന്നുള്ളതാണ് ചോദ്യം? 1948, 1904, 1937, 1882. അപ്പൊ ഇതിലൊന്ന് ഞാൻ പറയാം. 1857 ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു അഴിയക്കല്ലായിരുന്നു അല്ലെ. എന്തായിരുന്നു? സിപ്പായി ലഹള അല്ലെങ്കിൽ സിപ്പോയി മ്യൂട്ടിനി. പട്ടാളക്കാരെല്ലാം കൂടെ പ്രതിഷേധിക്കുന്നു. ആകെ ബ്രിട്ടൻ മൊത്തം ഒന്ന് ഇളകുന്നു. എന്നിട്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്ന അധികാരം നേരെ ക്രൗണിലേക്ക് കൈമാറുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ രാജ്ഞിക്ക് കൈമാറുകയാണ്. അവരുടെ നേരെ റോയൽ ബ്രിട്ടന്റെ കീഴിലേക്ക് അവർ എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ബെറ്റർ ചെയ്യാന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിപ്പൺ പ്രഭു ഇങ്ങനെ ഒരു സ്കീമുമായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇന്ത്യയിലെ ഈ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഒന്നും കൃത്യമായി നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം വില്യം ഹണ്ടർ എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം 1862 ക്ലിയർ ചെയ്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് കീഴിലായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഹണ്ടേഴ്സ് കമ്മീഷൻ. അപ്പൊ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, പ്രൈമറി എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുക. ഇതാണ് ആ കമ്മീഷന്റെ ഉദ്ദേശം. അപ്പൊ അത് എന്ന് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്നതിനിടയിൽ കൂടെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഉത്തരങ്ങൾ പറയുന്നുണ്ടാവാം. ഇനി എന്നാലും വർധ സ്കീം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വർധ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരുടെയും അല്ല, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധി, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു വർധ സ്കീം എന്നുള്ളത്. അപ്പൊ വർധ സ്കീമിലൂടെ ഗാന്ധിജി ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഫ്രീ ആയിട്ടുള്ള, സൗജന്യമായി, നിർബന്ധമായി മാതൃഭാഷയിലുള്ള പഠനം, മദർ ടങ്ങിൽ ഉള്ള പഠനം, അതായത് ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും അത് മാതൃഭാഷയിൽ പഠിക്കണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചു അദ്ദേഹം. ഇനി രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിലെ കോളേജ് വിദ്യാഭ്യാസത്തിലുള്ള പോരായ്മകൾ മനസ്സിലാക്കാനും അത് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് വേണ്ട ഒരു രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ അവിടുത്തെ ജനത, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു യങ് ജനറേഷൻ എന്നുള്ളവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം എത്തേണ്ടതുണ്ട്. കോളേജ് തലത്തിൽ നോക്കുകയാണെങ്കിൽ അവരിലേക്ക് മൂല്യങ്ങളും അതുപോലെ തന്നെ കാര്യമുള്ള കാര്യങ്ങളും എത്തിയിട്ട് മാത്രമേ രാജ്യത്തെ ശക്തമായി കെട്ടിപ്പടുക്കാൻ പറ്റൂ എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയ ഒരു കമ്മീഷനായിരുന്നു. അതിന്റെ തലപ്പത്ത് പിടിച്ചിരുത്തിയത് മറ്റാരെയും അല്ല, നമ്മുടെ സ്വന്തം ശ്രീ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അല്ലെ, നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമായിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാൻ. അതുകൊണ്ടാണ് ഈ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടാൻ ഇടയായത്. സോ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ചു പേരെങ്കിലും അതെടുത്ത് എഴുതിയിട്ടുണ്ടാവും. സോ D1 ആണെന്ന് ഞാൻ പറയാം, പക്ഷെ ഇവിടെ D1 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് ഇത് എളുപ്പമാക്കുന്നില്ല. ഇനി വർധ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി തുടങ്ങിയാന്ന് പറയാം. അപ്പം 1882 അല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് അല്ലെ, 1882 അല്ല. ഇനി 1937 ആണോ 1904 ആണോ നോക്കിയാൽ മതി. 1904 ആയിരിക്കുമോ? ഒരിക്കലും അല്ല. ഗാന്ധിജിയെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഗാന്ധിജി ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിലെല്ലാം പോയിട്ട് വിപ്ലവം പഠിക്കുന്ന ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. 1916 വരുന്നു, പിന്നെ കുറെ യാത്ര ചെയ്യുന്നു. 1917 ചമ്പാരൻ വരുന്നത്. സോ 15 or 16 ഞാൻ കൃത്യമായി റീകോൾ ചെയ്യുന്നില്ല, പക്ഷെ ആ ഒരു സമയത്താണ് വരുന്നത്. ആദ്യ സത്യാഗ്രഹം 1917 ചമ്പാരൻ, ബീഹാർ. അപ്പം ആ ഒരു സമയത്താണ് അദ്ദേഹം ആക്റ്റീവായി തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും 1904 ആയിരിക്കില്ല. പിന്നെ ഒറ്റ ഓപ്ഷനുകൾ നമുക്ക് 1937 ആണ്. സോ B3 എന്നുള്ള ഓപ്ഷൻ എവിടെ വരുന്നുണ്ട് നോക്കുക. B3 ഒറ്റ ഒന്നേ ഉള്ളൂ. D1 B3 കൂടെ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ആകെ ഉള്ളൂ. അത് ഓപ്ഷൻ 4 ആണ്. ഇനി അതിനോടൊപ്പം ഉള്ള ബാക്കി കാര്യങ്ങൾ നോക്കുക. ഹണ്ടേഴ്സ് കമ്മീഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് D1 തന്നെയാണ്. സോറി, ഹണ്ടേഴ്സ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് A4 ആണ്. 1882 ആണ്. കൃത്യമാണ്. 1862 സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ വില്യം ഹണ്ടർ 1882 ഹണ്ടേഴ്സ് കമ്മീഷന്റെ ചുമതല ഏൽക്കുന്നത്. അല്ല, ആ കമ്മീഷന്റെ ചുമതല ഏൽക്കുന്നതിലൂടെ ആ കമ്മീഷൻ ഹണ്ടേഴ്സ് കമ്മീഷൻ എന്ന് അറിയപ്പെടുകയായിരുന്നു. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. റൈറ്റ്. സോ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു, പക്ഷെ എങ്കിലും കുറെ കൂടെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചെന്നും, ഇതുപോലെ ഇതിപ്പം എന്താണ് ഞാൻ പറഞ്ഞത്, പോളിസി, ഇൻഡിപെൻഡൻസ്, അതുപോലെ വ്യത്യസ്ത ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള കമ്മീഷൻസ്. അപ്പൊ ഇത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസ് ആണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കറന്റ് അഫയേഴ്സ് ആണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. 2023 ഗ്രാമി അവാർഡ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കറന്റ് അഫയേഴ്സിൽ അല്ലാതെ വേറെ ഒരു രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റില്ല. പിന്നെ ഇത്
GK ആണ്. ആര്യഭട്ടയെ പറ്റി ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതും നമുക്ക് GK അല്ലെങ്കിൽ അവാർഡ്സ് ഇങ്ങനെയൊക്കെ തന്നെ ക്ലാസ്സസ് ഉണ്ട് UG പ്ലസിൽ. വ്യത്യസ്ത അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന രീതിയിൽ. ഇനി ഇത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അങ്ങനെ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് UG പ്ലസിന്റെ GK ക്ലാസ്സസിൽ കാണാൻ പറ്റും. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും പാർട്ട് എയിൽ വരാറുണ്ട്. അതുകൊണ്ട് അത് മൊത്തം കവർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നോക്കിയാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ ഒരു 3 ചോദ്യമൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ്. 3 ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മാർക്കാണ്. 12 മാർക്കിന്റെ ദൂരം ഏകദേശം 4 ലക്ഷം 5 ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷയിൽ കുറച്ചധികം തന്നെയാണെന്നുള്ളത് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിപ്പറേഷനിൽ യാതൊരുവിധ കുറവും വരുത്താൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും, ക്ലാസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, ടെസ്റ്റുകളായിക്കോട്ടെ, മോക്ക് ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് UG പ്ലസിൽ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൽ നിന്ന് മെന്ററിങ്ങും ലഭിക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം അവൈലബിൾ ആക്കുന്നതിനായിട്ടും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടും ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ prepwise.in സൈറ്റിൽ കയറി നോക്കുക. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ അത് പരമാവധി യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇതുപോലത്തെ സെഷൻസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.